നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ മുന്നണിയെ കൂടുതൽ വിപുലീകരിക്കുമെന്നും വിട്ടുപോയ ഒരുപാട് പേരെ കൂട്ടിച്ചേർക്കുമെന്നും UDF കൺവീനർ അടൂർ പ്രകാശ്. KPCC പ്രസിഡന്റ്, നേതാക്കൾ, ലീഗ് നേതാക്കൾ എന്നിവരുമായെല്ലാം ആലോചിച്ചാകും വിപുലീകരണം ഉണ്ടാവുക എന്നും ജോസ് കെ മാണിയെ അടക്കം തിരിച്ചു കൊണ്ടുവരുന്നത് ആലോചിക്കുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. CPI UDFിലേക്ക് വരണമെന്നും മുൻപ് സഹകരിച്ചിരുന്ന പാർട്ടിയാണെന്നും അടൂർ പ്രകാശ് ചൂണ്ടിക്കാണിച്ചു. എന്നാൽ അടൂർ പ്രകാശിന്റെ പ്രതികരണത്തെ താൻ ചിരിച്ചു തള്ളുന്നു എന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വർക്കിംഗ് കമ്മിറ്റി നേതാക്കൾ തുടർച്ചയായി മോദിസ്തുതി നടത്തുകയാണ്. അവരൊക്കെ BJPയിലേക്ക് പോകാതെ നോക്കൂ എന്നും ബിനോയ് വിശ്വം വിമർശിച്ചു. ഞാൻ ചിരിക്കുന്നു. CPI രാഷ്ട്രീയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ ഉപജ്ഞാതാക്കളുടെ ഒരു പാർട്ടിയാണ് CPI. ആ രാഷ്ട്രീയം പൂർണ്ണമായും ശരിയാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ ശരിക്ക് വേണ്ടി എന്നും പോരാടിയ പാർട്ടിയാണ് CPI. ആ പോരാട്ടത്തിൽ CPI തുടരും. LDFിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കും. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ സുഹൃത്താണ് കൺവീനർ അടൂർ പ്രകാശ്. അദ്ദേഹം പറഞ്ഞത് അല്ലേ? നല്ല സുഹൃത്താണ്. ഞാൻ പറയും, അടൂർ പ്രകാശ് ദയവായിട്ട് ശ്രദ്ധിക്കേണ്ടത്, UDFിനെ നയിക്കുന്ന മുഖ്യമായ പാർട്ടി കോൺഗ്രസ് അല്ലേ? ആ പാർട്ടിയിൽപ്പെട്ട 2 നേതാക്കന്മാർ, വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ, ചെറിയവരല്ല, സ്ഥിരമായിട്ടുള്ള മോദി സ്തുതിയിലാണിപ്പോൾ. ഒരാൾ മലയാളിയാണ്, ഒരാൾ ഉത്തരേന്ത്യക്കാരനുമാണ്. 2 പേരും വൻ നേതാക്കന്മാരാണ്. അവരെല്ലാം BJP ആകാതെ നോക്കേണ്ട കോൺഗ്രസ് ഒരുപാട് പാടുപെട്ട് ഇത്തരം ചടങ്ങൊക്കെ വേണ്ട നേരം പാഴാക്കേണ്ടതില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയിൽ CPI മുഖം തിരിഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴത്തേത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ CPIM പരിഗണിച്ചതേയില്ല എന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനവും ഉയർന്നിരുന്നു. CPIM ഏകപക്ഷീയമായാണ് പ്രവർത്തിച്ചതെന്നും തങ്ങളെ അടുപ്പിക്കുക പോലും ചെയ്തിട്ടില്ല എന്നും യോഗത്തിൽ വിമർശനമുയർന്നു. മണ്ഡലത്തിന്റെ സ്വഭാവം പോലും അറിയാതെയായുള്ള പ്രചരണമാണ് ആവിഷ്കരിച്ചതെന്നും വിജയരാഘവനും MV ഗോവിന്ദനും മാത്രമാണ് കാര്യങ്ങൾ തീരുമാനിച്ചതെന്നും CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിമർശനമുണ്ടായതാണ്. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന സമയത്ത് തങ്ങളുമായി കൂടിയാലോചന ഉണ്ടായിരുന്നില്ല എന്നും പാർട്ടി പ്രഖ്യാപിച്ചപ്പോഴാണ് സ്വരാജാണ് സ്ഥാനാർത്ഥിയെന്ന് അറിഞ്ഞതെന്നും CPIന്റെ എക്സിക്യൂട്ടീവിൽ വലിയ തരത്തിലുള്ള വിമർശനമുണ്ടായതാണ്. കണ്ണൂരിൽ പ്രചരണം നടത്തുന്നത് പോലെ നിലമ്പൂരിൽ പ്രചരണം നടത്തിയിട്ട് കാര്യമില്ല എന്നും എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനമുയർന്നു. അവസാനത്തെ 2 ദിവസത്തെ സ്ഥാനാർത്ഥി പ്രചരണം പൂർണ്ണമായും പാളുകയും ചെയ്തിരുന്നു. CPM മലപ്പുറം ജില്ലാ കമ്മിറ്റിക്കും നിലമ്പൂർ എടക്കര ഏരിയ കമ്മിറ്റികൾക്കും ഒരു റോളും ഉണ്ടായിരുന്നില്ല എന്നും CPI പരാതിപ്പെടുന്നുണ്ട്. CPIക്ക് അകത്തു നിൽക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തെ മുതലാക്കുകയാണ് യഥാർത്ഥത്തിൽ അടൂർ പ്രകാശ് ഈ ക്ഷണത്തിലൂടെ ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായി എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാക്കണമെങ്കിൽ അത് പ്രാദേശിക തലത്തിൽ ഉണ്ടാക്കുക എന്നല്ലാതെ UDFുമായുള്ള രാഷ്ട്രീയ സഖ്യമെന്ന നിലയിലേക്ക് വളരാൻ നിലവിൽ സാധ്യത കുറവാണ്. അതേസമയം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF വിപുലീകരിക്കണമെന്ന ആശയവും സതീശനും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നേരത്തെ UDFിന്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച ചർച്ചകളൊന്നും തന്നെ കാര്യമായി ആരംഭിച്ചിട്ടുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാൻ താൻ തയ്യാറാണെന്നും മറ്റും അൻവർ പറയുന്നുണ്ട് എങ്കിലും UDFുമായി വിലപേശാനുള്ള ശേഷി അൻവറിന് ഇതോടെ ശോഷിക്കുകയാണ്. നിലവിൽ സതീശന്റെ നിലപാട് UDFിന്റെയും നിലപാടായി മാറുമെന്നാണ് ചുരുക്കം. അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ VD സതീശനും മറ്റ് UDF നേതാക്കളും 2 തട്ടിലാണ്. കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കളും ലീഗ് നേതാക്കളും അടക്കം അൻവറിനെ മുന്നണിയിലേക്ക് സ്വീകരിക്കാമെന്ന നിലപാടെടുക്കുമ്പോഴാണ് VD സതീശൻ ഒറ്റപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷവും അൻവറിന്റെ UDF പ്രവേശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നോ കമന്റ്സ് എന്നായിരുന്നു സതീശന്റെ മറുപടി. അൻവറിന്റെ കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും ഇത്രയും വോട്ട് കിട്ടുന്നയാളെ തള്ളാൻ കഴിയില്ല എന്നുമാണ് സണ്ണി ജോസഫിന്റെ നിലപാട്. അൻവർ 9 വർഷക്കാലം MLA ആയിരുന്നു. സർക്കാരിനെതിരെ ശക്തമായ കാര്യങ്ങൾ ഉയർത്തി രാജിവെച്ച വ്യക്തിയുമാണ്. അൻവറിന് കുറച്ച് ആളുകളുമായി ബന്ധമുണ്ടെന്ന് ജനങ്ങൾ തെളിയിച്ചു എന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. അൻവറിനെ UDFിലേക്ക് കൂട്ടാതിരുന്നതല്ലോ എന്നും കൂടാതിരുന്നതല്ലേ എന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സണ്ണി ജോസഫ് മറുപടിയും നൽകിയിരുന്നു.